തൃപ്പൂണിത്തുറ ആദ്യം കണ്ടത് മെട്രോ, ഇത് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷൻ. അപ്പുറം കണ്ടത് മെട്രോ, കൊച്ചി മെട്രോ. നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോ ഇതാണ്, തൃപ്പൂണിത്തുറ മെട്രോ. പണ്ട് കൊച്ചി രാജാവ് ഇവിടം വരെയാണ് ഏതോ ക്ഷേത്രത്തിൽ സ്വർണം വിറ്റ കാശ് കൊടുത്ത് പണിതാന്ന് പറഞ്ഞ്. ഷൊർണൂർ മുതൽ ഇവിടം വരെ ഒരു ലൈൻ. ബ്രിട്ടീഷുകാർ പറഞ്ഞു ഷൊർണൂർ വരെ അവരുടെ സ്ഥലമേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഉള്ളത് കൊച്ചി രാജ്യത്തിൻ്റേതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പണിതോളെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവർ പണിയും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിൻസിലി സ്റ്റേറ്റ് ആണ്. പ്രിൻസിലി സ്റ്റേറ്റിൻ്റെ ഫണ്ടിങ് അവരല്ല നോക്കണേ, ഫണ്ടിങ് രാജാവ് തന്നെ നോക്കണേ. അപ്പോൾ റവന്യൂ രാജാവ് എടുക്കണേ, അപ്പോൾ ഫണ്ടിങ് രാജാവ് തന്നെ ചെയ്യണമെന്നത്. അപ്പോൾ അവരിത്ര എസ്റ്റിമേറ്റ് കൊടുത്തു പണിയാൻ. അവർ പണിത് തരാം, പക്ഷേ ഇത്ര പൈസ കൊടുക്കണമെന്നുണ്ട്. ഫണ്ട് ചിലവുണ്ട്, ചിലവ് രാജാവ് വഹിക്കണം എന്ന് പറഞ്ഞു. ഷൊർണൂർ വരെ അവിടെ പണിതെന്ന് പറഞ്ഞാൽ മലബാർ ഏരിയ ബ്രിട്ടീഷ് കൺട്രോളിലാണ്. അപ്പോൾ അതിൻ്റെ റവന്യൂ അവർ തന്നെ എടുക്കണേ. അതുകൊണ്ട് അവർ ഫണ്ട് ചെയ്തു. മലബാർ ചെയ്ത പോലെ ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൊച്ചിയിട്ട് റെയിൽവേ ലൈൻ കട്ടണമെങ്കിൽ രാജാവ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ട്രായങ്കൂർ വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്ന ഫണ്ടിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അന്നേരം ട്രായങ്കൂറിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന കണ്ടായിരിക്കാം. ടിപ്പുമായിട്ടുള്ള 2 യുദ്ധം കഴിഞ്ഞ് അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർക്ക് കുറേ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സൈന്യം മന്നേനൊക്കെ അവർ പൈസ പഠിക്കുക അവർ. അപ്പോൾ ടിപ്പുമായിട്ടുള്ള യുദ്ധത്തിന് ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ അവർക്കും പൈസ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അന്ന് മറ്റേ പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ആ പൈസ തിരിച്ചു വെക്കുകയില്ല. പിന്നീട് രാജാവ് ട്രായങ്കൂർ രാജാവ് അത്ര ഇൻട്രസ്റ്റ് കാണിച്ചില്ല. മറ്റേ ഇവിടെ നിന്ന് എറണാകുളത്തുനിന്ന് തിരുവനന്തപുരം വരെ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് കൊച്ചി രാജാവിന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതോ ക്ഷേത്രത്തിൽ ഏതാണ്ട് സ്വർണം കൊണ്ടുവന്ന് കൊടുത്താണ് ഈ തൃപ്പൂണിത്തുറ, ഏതോ ക്ഷേത്രമല്ലേ, ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീസ്യ ക്ഷേത്രം. സ്ക്രാപ്പാന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് കുപ്പിയും പ്ലാസ്റ്റിക് കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളാണ്. വെയിറ്റുള്ള സാധനങ്ങളല്ല, അത് കണ്ടറിയാതെ ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നോക്കി പുറത്ത് കാണാം. ചാക്കിൻ്റെ ഇടയ്ക്കൊക്കെ ചിലത് കാണാം ആ വണ്ടി പോകും. അങ്ങനെ പൂർണ്ണത്രയീസ്യ ക്ഷേത്രത്തിൽ നിന്നുള്ള സ്വർണം വിറ്റാണ്. അത് ആ ക്ഷേത്രത്തിന് ഇത്ര പൈസ വെച്ച് അത് എടുത്ത സ്വർണം തിരിച്ചു കൊടുക്കാമെന്നൊക്കെ രാജാവ് കരാറൊക്കെ ഉണ്ട്.
രാജാവ് തീരുമാനിച്ചു വെച്ചായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. കുറേ നാൾ കൊടുത്തു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1950 വരെ കൊച്ചി രാജാവ് കൃത്യമായിട്ട് എടുത്ത പൈസ ഇങ്ങനെ തിരിച്ചടച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ആണല്ലോ തീരുമാനം എടുക്കണത്. ഇവിടുത്തെ കേരളത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റും കേരളത്തിൽ കേരള ഗവൺമെൻറ്റും ഒക്കെ അവരതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നീട് ആ സ്വർണ്ണം ഇപ്പോഴും കടായിട്ട് കിടക്കണമെന്നാണ്. ഷൊർണൂർ മുതൽ കൊച്ചി വരെ റെയിൽവേ ലൈൻ ഇട്ടതിന് ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണത്രേസ്യ ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത സ്വർണത്തിൻ്റെ കുറേ അവർ തിരിച്ചടച്ചു സ്വാതന്ത്ര്യം കിട്ടുന്നവർ. ബാക്കി ഇനി അടയ്ക്കാറുണ്ടെന്ന് അറിഞ്ഞത് ഇപ്പോഴും കടായിട്ട് കിടക്കണമെന്നാണ്. കാരണം 50 കൊച്ചിയിലെ ഫുൾ മെർജിങ് വന്നത്. കൊച്ചിയും ട്രാവൻകൂറിൻ്റെ ഒക്കെ 47 വന്നെങ്കിലും ഫുള്ളായിട്ട് എനിക്ക് പറഞ്ഞാൽ 50s 50ക്ക് ശേഷമാണ് അവിടെ ഇലക്ഷനൊക്കെ വന്നത്. ട്രാവൻകൂർ കൊച്ചി ഇലക്ഷനും ഒക്കെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം. അതുവരെ രാജാക്കന്മാർക്ക് ചെറിയ പവർ ഉണ്ടായിരുന്നു. 47 സ്വാതന്ത്ര്യമായെങ്കിലും 50 വരെ അവർക്ക് പവർ ഉണ്ടായിരുന്നു. 1950 വരെ. അതുവരെ അവർ ഈ ക്ഷേത്രത്തിൻ്റെ പൈസ കൊടുത്തായിരുന്നു എന്നാണ്. മറ്റേ ഇതിൻ്റെ റവന്യൂ സ്റ്റേറ്റ് ട്രഷറിയിൽ നിന്ന് എടുത്ത് ഇയർലി ഇത്ര പൈസ വെച്ച് ക്ഷേത്രത്തിലേക്ക് അടച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണം തിരിച്ച് മേടിക്കാനായിട്ടുള്ള പൈസ സ്വർണ്ണമായിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നതെന്ന്. അങ്ങനെ പിന്നെ 50-ന് ശേഷം 1950-ന് ശേഷം അത് തിരിച്ചു കൊടുത്തിട്ടില്ലെന്നാണ്. പിന്നെ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റല്ലേ തീരുമാനം എടുക്കണം. പിന്നീട് സെൻട്രൽ ഇന്ത്യ ഗവൺമെൻറ്റും ഇവിടെ ഇപ്പോൾ രണ്ടുപേർക്കും അതിൽ തിരിച്ചു കൊടുക്കാനുള്ള താല്പര്യം കാണിച്ചില്ല. അതൊക്കെ ഈ AC ഇട്ടുകൊണ്ട് ഓടിച്ച് കഴിഞ്ഞാൽ പ്രശ്നമായി. കോൾഡ് വരും. AC ചില കുറച്ചിടാം. ഫുള്ളിൽ കിടക്കണം, ഹാഫിലേക്ക് മാറ്റം. തിരുവാങ്കുളം ആര്യാസ് റെസ്റ്റോറൻറ്റ്. ആര്യാസ് ചെയിൻ വലിയ ഫേമസാണ്. ഇത് തിരുവാങ്കുളത്തുള്ള ആര്യാസ് ചെയിനാണ് കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആര്യാസ് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ചെയിനാണ്. അത് എറണാകുളത്ത് മൊത്തം ഉണ്ട്. എനിക്ക് തോന്നുന്നു 1-2 ഡസൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആര്യാസ് എന്ന് പറഞ്ഞാൽ. ആര്യാസിൻ്റെ ചെയിനിൽ മിക്ക സ്ഥലത്തും നമ്മൾ മിക്ക ടൗണുകളിലും എറണാകുളത്തെ പ്രധാനപ്പെട്ട ടൗണുകളിലെല്ലാം ഈ ആര്യാസ് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ് കാണാറുണ്ട്. വെജിറ്റേറിയനാണ്. മസാല ദോശ, പൂരി, ഇഡ്ഡലി, ദോശ, അങ്ങനെ ഉപ്പുമാവ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. വെജിറ്റബിൾ ബിരിയാണി കിട്ടും ഉച്ചയ്ക്ക്. മീൽസ് കിട്ടും, വെജിറ്റേറിയൻ മീൽസ്. ആര്യാസും അൻബിസാമി ഇത് രണ്ടും ബ്രാഹ്മിൺ റെസ്റ്റോറൻറ്റ് ചെയിനാണ് എറണാകുളത്തുള്ള. ഖജാറി ആ കാറുകാരന് സ്ഥലം കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ അത്രയും ചിന്തിച്ചില്ല. ഒന്ന് പതുക്കെ ബ്രേക്ക് ചെയ്ത് കൊടുത്താൽ മതി. പുള്ളിക്കാരി പോയത് ഫ്രണ്ടിൽ ഇത്രയും ബ്ലോക്കൊന്നും എനിക്ക് തോന്നിയില്ല.